എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സവോള വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് സവോളയും സവോളയുടെ തൊലിയൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. കറി വയ്ക്കാനല്ലാതെ കേട്ടോ, കറി വയ്ക്കാൻ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുമോ, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സവോള വെച്ചിട്ട് നല്ലൊരു കീടനാശിനിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ ചെടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പ്രോബ്ലമാണ് ഈ വെള്ളീച്ചകൾ വന്നിട്ടിരിക്കുക, അതുപോലെ മറ്റുള്ള പ്രാണികളുടെയൊക്കെ ശല്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള നല്ലൊരു കീടനാശിനി നമുക്ക് സവോള വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്നാലും പിന്നെ ഇപ്പോൾ ചെയ്യാനെടുത്തപ്പോൾ അന്നത് അധികം പേരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരിക്കൽ കൂടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സവോള വെച്ചിട്ട് എങ്ങനെയാണ് വെള്ളീച്ചനെ തുരത്താനുള്ള കീടനാശിനി ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുക്കുക. പിന്നെ വേണ്ടത് ഒരു സവോള വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 എണ്ണം കേട്ടോ. ഇതൊരു ചെറിയ സവോളയാണ്. പിന്നെ ഒരു ചെറിയ 2 പീസ് ഇഞ്ചിയും വേണം, പിന്നെ കുറച്ച് മുളക് പൊടിയും വേണം. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളിവിടെ ഈ ഒരു വെള്ളീച്ചയ്ക്കുള്ള ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയുടെ തൊലിയൊന്നും കളയണമെന്നില്ല. നമ്മൾ ഇത് കീടനാശിനി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെടികൾക്ക് തളിക്കാനല്ലേ, അപ്പോൾ അതിനൊരു പ്രശ്നമില്ല കേട്ടോ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാൻ എളുപ്പമാണല്ലോ. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു അളവിൽ പറയുമ്പോൾ 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ സ്പൂണിൽ മതി. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് സ്പ്രെയറിൽ വെച്ച് അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അതിൽ ബ്ലോക്ക് ആവില്ലേ. അപ്പോൾ നമുക്കിതുപോലെ ഇത്രയ്ക്കും ആ ഒരു ജ്യൂസ് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു 1 ലിറ്ററോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സവോളയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം എന്തായാലും വേണ്ടി വരും. എന്നിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് ചെടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളീച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 തവണ ആഴ്ചയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു ഈവനിങ് ടൈമിൽ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, കീടങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇലയുടെയൊക്കെ അടിഭാഗത്ത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്യണേ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ക്യാമറയ്ക്ക് തെറിക്കാണ്ട് ഇരിക്കണമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ബിസിയാണ്, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും ആർക്കും ടൈമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത സമയത്ത് ഒറ്റയ്ക്കായാലും ഇതൊന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ചെറിയ പ്രാണികൾ ഏത് തരത്തിലുള്ള ചെടികളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് അടിച്ചു കഴിഞ്ഞാൽ പോകും കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെയാണ് സവോളയുടെ ആ ഒരു തൊലി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അത് എടുത്തിട്ട് നമുക്ക് വളമായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ഇതിങ്ങനെ സ്പ്രേ ആക്കി കൊടുക്കുകയും ചെയ്യാം. തൊലി മാത്രം വെള്ളത്തിലിട്ടിട്ട് ഒരു ദിവസം വെച്ചിട്ട് കേട്ടോ. അതെല്ലാവർക്കും അറിയാമെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് തൊലി ഇനി കിച്ചണിലൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. നല്ലൊരു വളമാണ്, അതുപോലെ തന്നെ നല്ലൊരു പെസ്റ്റിസൈഡുമാണ്. ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു വേസ്റ്റില്ലേ, അതിലും കൂടെ നമുക്ക് ഒരിക്കൽ കൂടി വെള്ളം ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേറെ ചെടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടെ ഇത് ഉപയോഗപ്പെടുത്തിയ ശേഷം ഇത് കളഞ്ഞാൽ മതി. ഇതിലിപ്പോൾ ഫുള്ള് നമുക്ക് അങ്ങോട്ട് പോന്നിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സവോള വെച്ചിട്ട് ഇതുപോലെ പെസ്റ്റിസൈഡും അതുപോലെ തന്നെ തൊലി വെച്ചിട്ടൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറും ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സവോളയുടെ തൊലി വേസ്റ്റാക്കി കളയണ്ട. ഇതുപോലെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ഒരു സവോളയുടെ തൊലി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സവോളയുടെ തൊലി ഇങ്ങനെ ആ ഒരു ബാക്കിൽ ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കും, കേടാവാതെ. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ചകിരിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചകിരിയുടെ ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കളറും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗ്രീൻ ടേപ്പാണ് ഇതിൻ്റെ അടിയിൽ ചുറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലവർ ആയില്ലേ. ഇനി അങ്ങനെ ഒരു ബെഞ്ചായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ സവോളയുടെ ഈ ഒരു ഭാഗമില്ലേ, ഇതിൻ്റെ ആ ഒരു വേര് പോലെ നിൽക്കുന്ന അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ A4 ഷീറ്റ് വെച്ചിട്ടൊരു ഫ്ലവറൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സവോള മൊത്തത്തിലൊരു സംഭവമാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ടിപ്സ് ആയിരിക്കും. എന്തായാലും അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവട്ടെ. ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും
റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കല്ലേ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡിൽ ഞാനിന്നൊരു കിടിലൻ ടിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.